നമസ്കാരം. ഇന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ വിത്ത് KOT വെയിറ്റർ ആപ്ലിക്കേഷൻ. ഇതാണ് KOT വെയിറ്റർ ആപ്ലിക്കേഷൻ. ഇതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ മെനൂസും ഇതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? നമ്മൾ ഫോർ എക്സാമ്പിൾ പർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു മെനു സെലക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ചപ്പാത്തി സെലക്ട് ചെയ്തു. ഈ സോഫ്റ്റ്വെയറിലുള്ള അതേ ഐറ്റംസ്, ഇത് ഞാൻ ചപ്പാത്തി സെലക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിനകത്തുള്ള അതേ മെനൂസ് തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു ഐറ്റം മാത്രം മലയാളത്തിൽ ആഡ് ചെയ്യണം, മുട്ട ബിരിയാണി. സെയിം. അപ്പം നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം, നമ്മുടെ സാധാരണക്കാർക്ക് എങ്ങനെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ഇതിന് ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതൊരു ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, ഇൻ്റർനെറ്റിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് വൈഫൈ ത്രൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബില്ലടിച്ച് കാണിച്ച് തരാം. ജസ്റ്റ് സിമ്പിളായിട്ട് ഫാസ്റ്റ് ബില്ലിംഗ് ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അങ്ങനെ ബില്ലടിക്കാം. ഞാനിപ്പോൾ 1-2 പ്രൊഡക്റ്റുകൾ ചുമ്മാ സെലക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് സേവ് ആൻഡ് പ്രിൻ്റ് കൊടുത്തു. നമുക്ക് ഡയറക്റ്റ് ചുമ്മാ ബില്ലടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ബില്ലടിക്കാൻ സാധിക്കും. കണ്ടില്ലേ? വളരെ ഈസി ആയിട്ട് ബില്ലടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് KOT എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യേണ്ടത്, മലയാളത്തിൽ എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യും. ഇപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ ഇംഗ്ലീഷിലാണ്. നമ്മുടെ സാധാരണക്കാർ, ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് കൗണ്ടറിലിരിക്കണമെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ടച്ച് സ്ക്രീൻ മോണിറ്റർ ഉപയോഗിക്കുന്നത് നമുക്ക് ടച്ച് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ നോർമൽ മോണിറ്ററാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്ക് ഓഫീസിൽ പോകുക. കണ്ടത്? ഞാൻ ക്ലോസ് ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്തു. ഇവിടെ 1 2 3 4 എന്നടിച്ചിട്ട് അഡ്മിൻ കൺട്രോളിനകത്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മെനു ഐറ്റംസിൽ പോവുക. ഇപ്പം നമുക്ക് മെനു ഐറ്റംസിൽ കുറേയധികം പ്രൊഡക്റ്റുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ടൊരു ഒരു കാറ്റഗറി ആഡ് ചെയ്യണം, കേരള ഡിഷസ്. നമുക്കിവിടെ കാറ്റഗറീസിൽ പോയിട്ട് ഇവിടെ ഉണ്ട്, കാറ്റഗറീസിൽ പോയിട്ട് ആ പർട്ടിക്കുലർ കാറ്റഗറി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കേരള ഡിഷ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കേരള ഡിഷ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ആ ബട്ടൺ എന്തെങ്കിലും കളർ പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഓറഞ്ച് കളർ ഞാൻ സെലക്ട് ചെയ്തു. ഞാനത് സേവ് ചെയ്തു. പ്രത്യേകിച്ച് ടാക്സ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ടാക്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു കാറ്റഗറി ഇങ്ങനെ ആഡ് ചെയ്തു. അപ്പോൾ ഈ കേരള ഡിഷ് എന്ന് പറഞ്ഞ കാറ്റഗറി നമുക്ക് ഈ കാറ്റഗറീസിൽ തന്നെ ഇവിടെ കിട്ടും. കണ്ടോ? കേരള ഡിഷ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത കാറ്റഗറി ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തേക്കുക. കണ്ടോ? നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഈ മെനു ഐറ്റംസിൽ ചെന്നിട്ട് 1 by 1 ആഡ് ചെയ്യാം. കണ്ടോ? മെനു ഐറ്റംസിൽ ചെന്നിട്ട് 1 by 1 ആയിട്ട് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്ത് ആഡ് ചെയ്യാം. അതല്ല, നമുക്ക് എക്സൽ ത്രൂ ബൾക്ക് അപ്ലോഡ് ചെയ്യാം. കണ്ടോ? ഇവിടെ എക്സൽ ഷീറ്റ് വഴി ബൾക്ക് അപ്ലോഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സൽ ഷീറ്റ് തയ്യാറാക്കി വെക്കുക. അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഞാനത് ഡൗൺലോഡ് ചെയ്യണം. കണ്ടോ? ഞാൻ കുറച്ച് ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുക. കണ്ടോ? ഞാനിത് ഏത് കാറ്റഗറിയിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കേരള ഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് കോപ്പി ചെയ്തായിരുന്നു. കേരള ഡിഷ് ഒന്നുകൂടി കോപ്പി ചെയ്യാം. കാറ്റഗറീസ് കേരള ഡിഷ്, ഈ ഒരു സെയിം സ്പെല്ലിംഗ് തന്നെ നമ്മൾ കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ എക്സൽ അവനെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. Ctrl+V. കണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്യും. കേരള ഡിഷ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് വരും. ഞാനിപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിരുന്നതായിരുന്നു. ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇടാം. AC-ലിരുന്ന് കഴിക്കുമ്പോൾ എത്രയാണ് റേറ്റ്, നോൺ AC-ലിരിക്കുമ്പോൾ എത്രയാണ് റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനുണ്ട്. ഇതൊന്ന് സേവ് ചെയ്ത് ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഞാൻ ഏത് കാറ്റഗറി, ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് 1 2 3 4 അടിച്ച് ഫ്രണ്ട് ഓഫീസ് ഇല്ലയെന്ന് വെച്ചോ. നമുക്ക് എവിടെയാണ് ഈ കാറ്റഗറി വരുന്നത്? ഇവിടെ വരും. ഈ ലിസ്റ്റിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ ആ കേരള ഡിഷ് എന്ന് പറഞ്ഞ കാറ്റഗറി ഇവിടെ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഈ പ്രൊഡക്റ്റുകളും വരും. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു കളയാം. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്തു, ലോഗ് ഔട്ട് ചെയ്തു. 1 2 3 4 ബാക്ക് ഓഫീസിൽ പോയി, നമ്മൾ അഡ്മിൻ കൺട്രോളിൽ പോയി. നമുക്കിതിനി ആ ഒരു എക്സൽ ഷീറ്റ്, നമ്മൾ കണ്ട എക്സൽ ഷീറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെനു ഐറ്റംസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ചെല്ലുക. നമ്മൾ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് എക്സൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് എക്സൽ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. കണ്ടോ? ഇമ്പോർട്ട് എക്സൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബുക്ക് 1 ഒരു ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മലയാളത്തിൽ പേരും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നു. കേരള ഡിഷ് എന്ന് പറഞ്ഞ സംഭവം വന്നു. നമ്മളിത് ജസ്റ്റ് അങ്ങോട്ട് സേവ് ചെയ്യാൻ പോവാം. സേവ് ചെയ്തു. ഞാൻ സേവ് ചെയ്തു. വളരെ ഈസി ആയിട്ട് സേവായി. ഞാനിത് ലോഗ് ഔട്ട് ചെയ്ത് ഫ്രണ്ട് ഓഫീസിൽ പോയി നോക്കാം അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഫ്രണ്ട് ഓഫീസിൽ നോക്കാം. അതായത് സെയിൽസ് പാനലിൽ നമുക്കിപ്പോൾ ഇവിടെ കേരള ഡിഷ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാനുണ്ട്. കണ്ടോ? പേരുകളെല്ലാം വന്നു, മലയാളത്തിലെ പേരുകളും കാര്യങ്ങളെല്ലാം വന്നു. പക്ഷേ പിക്ചറുകൾ വന്നില്ല.
അപ്പോൾ ഈ പിക്ചറുകൾ ഓരോന്നായിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹൊറിബിൾ ജോബ് ബേസിക്കലി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് പിക്ചറുകൾ ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുക, ലോഗൗട്ട് ചെയ്തു, 1 2 3 4 നമ്മൾ അഡ്മിൻ കൺട്രോളിൽ പോയി ഇവിടെ നമ്മൾ മെനു ഐറ്റംസിൽ പോയിട്ട് തന്നെ ഇവിടെ കണ്ടോ ബൾക്ക് ഇമേജ് അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടോ ബൾക്ക് ഇമേജ്. അപ്പോൾ നമുക്കിവിടെ കാറ്റഗറി ലോക്ക് ചെയ്യാം. ഏത് കാറ്റഗറിയിൽ കേരള ഡിഷ് എന്ന് പറഞ്ഞ കാറ്റഗറി ലോക്ക് ചെയ്യുമ്പോൾ തന്നെ കേരള ഡിഷിലെ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ വന്നു, പക്ഷേ പിക്ചറുകൾ വന്നിട്ടില്ല. പിക്ചറുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുത്താനുള്ള എല്ലാ ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി കാണിച്ചു തരാം. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ കേരള ഡിഷ് എന്ന് പറഞ്ഞ് ഈ ഐറ്റംസ് എല്ലാം വന്നു, പേരാണ് വന്നിരിക്കുന്നത്, പിക്ചറുകൾ വന്നിട്ടില്ല. കണ്ടോ ഇവിടെ എല്ലാം നമുക്ക് പേരും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കണ്ടോ തേങ്ങ, നാടൻ കോഴിക്കറി എന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും സെയിം ആണ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പിക്ചറുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യാം? നമ്മൾ ഇതിനകത്ത് മാത്രം ആഡ് ചെയ്യുള്ളൂ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലും വന്നോളൂ. അത് ഇതാണ് നമ്മളിപ്പോൾ ഇടിയപ്പം എന്നുള്ളത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തു. ഇടിയപ്പം നമ്മളിങ്ങനെ സേവ് ചെയ്യാം, ഓരോ ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. കണ്ടോ നമ്മളിങ്ങനെ ഓരോ ഐറ്റംസ് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇമേജ് വേണ്ട, വേറെ ഇമേജ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. കണ്ടോ കപ്പ ഫിഷ് കറി സേവ് ചെയ്തു, നാടൻ കോഴിക്കറി എന്നുള്ളത് സെർച്ച് ചെയ്തു. കണ്ടോ നമുക്കിങ്ങനെ സേവ് ചെയ്യാം. പുട്ടും കടലക്കറിയും, കണ്ടോ പുട്ടും കടലക്കറിയും നമുക്കിങ്ങനെ സെർച്ച് ചെയ്യാം. ഇവിടെ സെർച്ച് ചെയ്യാം, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും ഇമേജ്. നമ്മൾ 1 by 1 ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹൊറിബിൾ ജോബ് ബേസിക്കലി. ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാം, ഓക്കെ അടിക്കാം. കണ്ടോ എത്ര മനോഹരമായിട്ടാണ് അതൊക്കെ എല്ലാം ആഡ് ചെയ്യാൻ സാധിച്ചത്. എരിശ്ശേരി കിട്ടുമെന്ന് കണ്ടോ എരിശ്ശേരി. അപ്പോൾ എരിശ്ശേരി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഇമേജുകൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാത്തിൻ്റെ ഇമേജ് സേവ് ചെയ്യാം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് 2-3 ഇമേജസ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ക്യാഷ്യർ കൺട്രോൾ, സെയിൽസ് പാനൽ, നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. കേരള കണ്ടോ കുറച്ച് ഇമേജസുകൾ നമ്മൾ ആഡ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞു. കണ്ടോ നാടൻ കോഴിക്കറി, കണ്ടോ ഇടിയപ്പം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ വന്നോന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഇതുണ്ട്, നമ്മൾ 2-3 പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ നമ്മളിവിടെ ആ ഒരു ഐറ്റം ഇങ്ങനെ നമുക്ക് സെലക്ട് ടേബിൾ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ടേബിൾ നമ്പർ 13 നമ്മൾ ഈ ഒരു 2-3 ഡിഷസ് സെലക്ട് ചെയ്തു, ഓർഡർ കൊടുത്തു, പ്ലേസ് ദ ഓർഡർ, പ്രൊസീഡ്. അപ്പോൾ നമുക്കിവിടെ KOT വന്നതും നമുക്ക് മലയാളത്തിലാണ് പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഫൈനൽ ബില്ലടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ബില്ലിംഗ് അടിക്കുമ്പോൾ ടേബിൾ നമ്പർ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടോ ആ ഐറ്റംസ് ഇവിടെ വന്നു. നമ്മളിപ്പോൾ ക്യാഷ് ക്ലിക്ക് ചെയ്തു, സേവ് ആൻഡ് പ്രിൻ്റ് ക്ലിക്ക് ചെയ്തു, യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ ബില്ല് വന്നതും മലയാളത്തിൽ തന്നെ ബില്ല് വന്നു. കണ്ടോ ഈ ഒരു പ്രിൻ്ററിൽ ബില്ലും നമുക്ക് മലയാളത്തിൽ തന്നെ കാണാൻ സാധിക്കും. കണ്ടില്ലേ വളരെ കൃത്യമായിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റുകൾ വളരെ ഈസി ആയിട്ട് ഈ സോഫ്റ്റ്വെയറിനകത്തേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പിക്ചറുകൾ ബാക്കെൻഡിൽ കൂടി സെർച്ച് ചെയ്ത് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഗൂഗിളിൻ്റെ ഒരു സെർച്ച് എഞ്ചിൻ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറായിട്ട്. അപ്പോൾ നമുക്ക് 1 by 1 പ്രൊഡക്റ്റ് ഇമേജ് ആഡ് ചെയ്യലൊക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ജോബാണ്. കുറേ ഇമേജുകളുണ്ടോ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് ഓരോന്ന് അപ്ലോഡ് ചെയ്ത് ടൈം ടേക്കിംഗ് ടു മച്ച്. അപ്പം നമുക്ക് നമ്മുടെ മെനു ഐറ്റംസൊക്കെ വളരെ ക്വിക്കായിട്ട് ഈ സോഫ്റ്റ്വെയറിനൊക്കെ അപ്ലോഡ് ചെയ്യാം, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങാം. അങ്ങനെയുള്ളൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് റെയിൻടെക് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ.